അയ്യരൊഴുക്കിയ വിയർപ്പ് തുള്ളികൾക്ക് കാലവും പ്രപഞ്ചവും കളിദൈവങ്ങളും ഒരു ദിവസം കാത്തുവെച്ചു. ടീമിനായി കളിമെനയുന്നവൻ IPL പോരിൽ ഒരു ശതകം തീർക്കാൻ വർഷം 11 കാത്തിരിപ്പാണ്. ഒരിക്കലെങ്കിലും കിരീടമുയർത്തുന്ന പഞ്ചാബ്. ഫാൻ ബേസിനപ്പുറം ഓരോ ക്രിക്കറ്റ് പ്രേമിയും അത് സ്വപ്നം കാണാതിരിക്കില്ല. നിർഭാഗ്യരുടെ കൂട്ടം. ഈ വിശേഷണം അവർക്കുമേലൊരു ഇരുണ്ട കാലം തീർത്തിട്ട് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഓരോ സീസണും ആഘോഷം, ആരവം, ത്രില്ലർ, പെരുമഴ. പഞ്ചാബ് എന്നാൽ ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇവരെ വെല്ലാൻ ആരെന്ന് തോന്നിയേക്കാം, ചിലപ്പോൾ ഇവരെന്ത് ചെയ്യാനെന്നും. അളക്കാനാകാത്ത നിഗൂഢതകൾക്കപ്പുറം ആ മോഹക്കപ്പിനായി അവരൊരുപാട് സ്വപ്നം കണ്ടിരിക്കണം. 2026 തുടക്കം ഗംഭീരമെങ്കിൽ ഇടയ്ക്കൊരു വീഴ്ചയിൽ പതിവ് പല്ലവി എന്ന് വിധി എഴുതി. പക്ഷേ എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നിടത്ത് അയ്യരുടെ പടയ്ക്കൊരു ജീവശ്വാസം ലഭിച്ചു. RCBയോട് കയ്യെത്തുമകലെ കണ്ണീർക്കിനാവിന്നും അവരെ വേട്ടയാടിയിരിക്കും. അതിനാലാണല്ലോ ഇങ്ങനെയൊരു തിരിച്ചുവരവ്. ലക്നൌവിന്റെ മണ്ണിൽ വിജയമെങ്കിൽ പ്രതീക്ഷ ബാക്കിയാകും, ഇല്ലെങ്കിൽ എല്ലാം അങ്ങ് അവസാനിപ്പിക്കാം. ഇംഗ്ലീഷിന്റെ അടങ്ങാത്തവന്റെ ആറാട്ടിൽ ആദ്യമൊന്ന് വിറച്ചു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരുടെ ലക്നൌവിന്റെ പോരാട്ടം. 72 റൺസുകൾ അടിച്ചുകൂട്ടിയ ഇംഗ്ലീഷിന്റെ ഇൻക്രെഡിബിൾ ഇന്നിംഗ്സിന്റെ ബലത്തിൽ LSG പടുത്തുയർത്തിയ 196. വെറുതെ ഒരു ജയത്തിനപ്പുറം റൺ റേറ്റിന്റെ കണക്കിലെ കളിയും നിർണായകം. ആദ്യ പന്തിൽ പ്രിയൻഷിനെ മടക്കി ഷമിയുടെ പരിചയ സമ്പത്തിന്റെ നേർത്ത ഭാവം. കൊണോലിയും മടങ്ങിയതോടെ ഇനി ആ സ്വപ്നങ്ങളെ താലോലിക്കാതെ മടങ്ങാൻ മനസ്സ് പാകപ്പെടുത്തിയിരിക്കാം അവരെന്ന് കരുതിയെങ്കിൽ കളിയുടെ കളിയാരവത്തിന്റെ കളിയഴകിന്റെ പഞ്ചാബിനെ ഇതാ കണ്ടുകൊള്ളുക. മുൻനിരയിലെ കരുത്തർ വീണിടത്ത് പതിയെ തുടങ്ങി. ഭയത്തിന്റെ നേർരേഖയും കടന്ന് മുന്നോട്ട്. പ്രഭ്സിമ്രാൻ അടിച്ചുകൂട്ടിയ 69. ജീവൻ മരണ പോരാട്ടത്തിൽ പഞ്ചാബ് പടയിലേക്ക് അയാൾ പകർത്തിയ ഊർജം. അവിടെയാണ് എല്ലാത്തിനും തുടക്കം. പിന്നെയെല്ലാം നായകൻ നയിച്ച് നേർവഴി തീർത്തതിൽ പ്രതീക്ഷയുടെ നേർത്ത വെളിച്ചം കണ്ടു. റിസ്ക് ഫാക്ടറുകൾ ഉൾമനസ്സിൽ കണ്ടവർ ഗ്രൗണ്ട് ഷോട്ടുകളിൽ കളിമെനയുന്ന കാഴ്ചകൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനം നിറച്ചു. കളി കൈപ്പിടിയിലായെങ്കിൽ റൺ റേറ്റ് ഉയർത്താൻ അരങ്ങിലങ്ങ് അയ്യർ ആടിത്തിമിർത്തു. അയ്യർക്ക് IPL ചരിത്രത്തിൽ ശതകമില്ലെന്നൊരു കണക്ക് ചിന്തകളിലേക്ക് നിറഞ്ഞതിപ്പോഴാണ്. 90കളിൽ എത്ര വട്ടമാണ് അയാൾ ടീമിനായി പൊരുതി വീണത്. അതാണ് അയ്യർ എന്നൊരു ടീം ഗെയിമിന്റെ മനുഷ്യൻ വേറിട്ടവനായത്. ശതകവും വിജയവും ആ സിക്സറിലൂടെ പൊരുതി നേടുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയിൽ അയ്യർ അതങ്ങ് ആസ്വദിച്ചു. 2 ഓവർ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഇനി ഭാഗ്യത്തിന്റെ കളിക്ക് കാതോർത്തിരിക്കാം. ഇന്നിവിടെ വാങ്കഡയിൽ രാജസ്ഥാൻ വീണാൽ പഞ്ചാബിന് മുന്നേറാം. ഭൂതകാലത്തിന്റെ ഇരുണ്ട നഷ്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് അവർക്ക് പൊരുതാം. ക്രിക്കറ്റ് അത്ഭുതങ്ങളുടേതു കൂടിയാണല്ലോ. ഭാഗ്യനിർഭാഗ്യങ്ങൾ സമം ചേർന്ന് പഞ്ചാബിനൊരു വിധി എഴുതും. അതിനായി ഇനി മണിക്കൂറുകളുടെ കാത്തിരിക്കും.